15-ന് ഇറങ്ങിയ എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് പ്രകാരം നമുക്ക് പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ കേരള സ്റ്റേറ്റ് PCB പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ പുതിയ തസ്തികയിലേക്കാണ്. കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ആ ഒരു പോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് 357/2025. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ് തസ്തിക. സ്കെയിൽ ഓഫ് പേ വരുന്നത് 39,500 തൊട്ട് 83,000 വരെയാണ്. വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്, കാരണം പഴയ ലിസ്റ്റ് എക്സ്പയർ ആകാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇനിയും ടൈം എടുക്കും ആക്ച്വൽ വേക്കൻസീസ് അറിയാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഈ റിക്രൂട്ട്മെൻറ്റിൽ ഏജ് ലിമിറ്റ് നമ്മൾ എപ്പോഴത്തെയും പോലെ 18 to 36 ആണ്. പിന്നെ അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻസ് അവൈലബിൾ ആണ്. ക്വാളിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ BTech ബിരുദധാരികളാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്. സിവിൽ, കെമിക്കൽ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങും ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട്. അപ്പോൾ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻസ് ഏതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ. BTechൽ സിവിലിന് ഈക്വലൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് BE സിവിലും ME സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗുമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ BTech എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിന് ഈക്വലൻ്റ് ആയിട്ട് പറയുന്നത് MTech എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി. പിന്നെ MTech എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് മാത്രമായിട്ടുള്ളതും MTech സിവിൽ എഞ്ചിനീയറിംഗ്, അതും ഇത്രയുമാണ് ഈക്വലൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഈക്വലൻ്റ് ഹയർ ക്വാളിഫിക്കേഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ വേഗം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക.